പക്ഷെ ഇതാണ് ഈ സ്ഥലമാണ് ആദ്യമായിട്ട് നേതാജി സുഭാഷ് ചന്ദ്ര ബോസ് ഇവിടെ ഞങ്ങളുടെ ഭാരതത്തിന്റെ ഫ്ലാഗ് ആദ്യമായിട്ട് ഇവിടെ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്ത സ്ഥലമാണ്. രാമനാമ സുഖധാമ ഭജലേ. നമസ്കാരം. ഈ സ്ഥലം ഫ്ലാഗ് പോയിന്റ് ആണ്. ആൻഡമാനിൽ തന്നെ ഫ്ലാഗ് പോയിന്റ് എന്ന് പറയും. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 43 തന്നെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇവിടെ ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട്. പറയൂ സാർ. ഇവരാണ് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ 30 ഡിസംബർ ഈ ദിവസം 1943 ആസാദ് ഹിന്ദ് ഫോജ് ഇവരാണ് ആദ്യമായിട്ട് ഈ ലൊക്കേഷനിൽ ഇന്ത്യയുടെ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മൊത്തം എഴുതിയിട്ടുണ്ട് 38 December is a very significant day for all the Indians. On this day, in 1943, Netaji Subhash Chandra Bose, accompanied by the officials of the Indian Azad Hind Fauj and the provisional government of Azad Hind, had hoisted the tricolour for the first time at Port Blair. He declared the Andaman and Nicobar Islands the first Indian territory to be freed from the British Raj. So, ഇതാണ് ഏറ്റവും ആദ്യമായിട്ട് ഇവിടെ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്ത സ്ഥലമാണ്. ഇവിടെയാണ് ഉയർത്തിയത് അല്ലേ? അതിന്റെ ഹൈറ്റ് നോക്കി. ഇത് എത്ര അടി ഉണ്ടാവും സാറേ ഹൈറ്റ്? ഒരു രക്ഷയില്ലാട്ടോ. അത് കിടന്ന് ആടുന്നുണ്ടല്ലേ? മൂവിങ്. അപ്പൊ നമ്മള് ഇതാണ് 1943 ब्रह्मानंद परम पद पावे मन होवे निष्काम मनवा मन होवे निष्काम भजले राम नाम. ഇവിടെ ആക്ച്വലി ഈ ഒരു എല്ലാ സ്റ്റേറ്റിൻ്റെ സ്തംഭങ്ങളായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ അത് തെലുഗു, അത് കശ്മീരി, ഇത് തമിഴ്, അപ്പം അത് ഹിന്ദി, ഇവിടെ മലയാളത്തിലുണ്ട്. ജയ് ഹിന്ദ്. ഇവിടെ കുറെ സോൾജേഴ്സ്മാർ അവർ ജീവിതം കൊടുത്തു. കുറെ ആൾക്കാരുടെ ഞങ്ങൾക്ക് പേര് ഓർമ്മയില്ല. അവർക്കൊരു ശ്രദ്ധാഞ്ജലി ആയിട്ട് ഈ എല്ലാ രാജ്യങ്ങളിൽ നിന്ന് വന്ന സോൾജേഴ്സ്മാർ അവരുടെ ജീവിതം കൊടുത്തു പറഞ്ഞിട്ട് അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഇത് ഒരു കല്ല് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് സ്റ്റോറി. ഇത് ഓരോരുത്തരുടെ ഓർമ്മയ്ക്ക് വേണ്ടി. ഇത് നോക്കൂ. The unsung heroes who through their valor and sacrifice worked tirelessly during the freedom struggle to protect India and defeat the colonial yoke. So അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഏതെല്ലാം സ്റ്റേറ്റിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു ഈ ഒരു ഫ്രീഡം സ്ട്രഗിളിന് അവർക്ക് ഓർമ്മ വയ്ക്കാൻ വേണ്ടി ഇത് ഓരോരോ കല്ല് അവരുടെ വെച്ചിട്ട്. അതാണ് ഈ സ്റ്റോണുകളൊക്കെ. ഇതിനോട് ചേർന്ന് തന്നെ കണ്ടോ ഇവിടെ കണ്ട ഇവിടെ ഒത്തിരി പേര് ബീച്ചിലേക്ക് വന്നിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഒരു ടെമ്പിൾ ഉണ്ട്. തമിഴ് സ്റ്റൈലിൽ തന്നെ ഒരു ടെമ്പിൾ കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്കൊന്ന് അങ്ങോട്ട് പോയി കളയാം. സ്ഥലം സൗത്ത് പോയിന്റ് ആണ് കേട്ടോ. സൗത്ത് പോയിന്റിലാണിത് കണ്ടോ. സൗത്ത് പോയിന്റ് ശ്രീ അലൈക്കണ്ടൽ അയ്യനർ ടെമ്പിൾ. സൗത്ത് പോയിന്റ് പോർട്ട് ബ്ലെയർ ആൻഡമാൻ. സൗത്ത് പോയിന്റിലാണിത്. അപ്പോൾ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് ചെയ്ത സ്ഥലവും ഈ ക്ഷേത്രവും അതുപോലെ തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് റോസ് ഐലൻഡ് കാണാൻ പറ്റും അകലെ നിന്ന്. അങ്ങോട്ട് അതാണ് ഈ സൗത്ത് പോയിന്റിൻ്റെ പ്രത്യേകത.